ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. തുടർച്ചയായ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം പാകിസ്ഥാൻ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തുന്നു എന്നതാണ്. തീവ്രവാദ ആക്രമണത്തിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ ആ നിലപാടിൽ തന്നെ തുടരുന്നു എന്നതിൻ്റെ സൂചനയാണോ ഈ മിസൈൽ ആക്രമണ പരീക്ഷണം? അടുത്ത ഘട്ടം പാകിസ്ഥാൻ്റെ നീക്കം എന്തായിരിക്കും? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് തിരിച്ചടി വൈകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. തിരിച്ചടി വൈകുന്നത് പ്രതിപക്ഷ കക്ഷികൾക്കൊരു രാഷ്ട്രീയ ആയുധമാണോ എന്നുകൂടി പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുമെന്ന സൂചന സജീവമായി നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയത്. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിൻ്റെ പരീക്ഷണമാണ് നടത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പരിശീലന വേളയിൽ സാക്ഷ്യം വഹിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആദ്യ മിസൈൽ പരീക്ഷണം നടത്തിയത്. പിന്നെ അതിനെ തുടർന്നാണ് വീണ്ടും മിസൈൽ പരീക്ഷണം നടക്കുന്നത്. ആദ്യ മിസൈൽ പരീക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ചൈനീസ് അംബാസിഡർ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കണ്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പെഹൽഗാം ഭീകരാക്രമണമടക്കം ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാട് ചൈനയിൽ നിന്ന് തുടരെ ഉണ്ടാകുന്നത് പാകിസ്ഥാൻ ഒരു നേട്ടമായി കാണുന്നു. ഒപ്പം ഇന്ത്യൻ സേന ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു. കശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകുന്നവരെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കുന്നതിന് വേണ്ടി സുരക്ഷാ സേന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ 2800-ലധികം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്നാണ് വിവരം. 90-ലധികം പേർക്ക് എതിരെ കേസെടുത്തെന്നും ഉള്ള നിലപാടുകൾ വരുന്നു. യെസ്, എൻ്റെ ആദ്യ കോളർ നമുക്കൊപ്പം ചേരുന്നത് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, ഈ യുദ്ധസമാനമായ സാഹചര്യം അങ്ങനെ തുടരുകയാണ്, പക്ഷേ തിരിച്ചടി വൈകുന്നു എന്നത് ഒരു വലിയ വിഷയമായി പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇന്നിപ്പോൾ അജയ് റായുടെ ചില പ്രതികരണങ്ങൾ ഒക്കെ പുറത്തു വന്നു. റഫേൽ യുദ്ധവിമാനങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പുറത്തു വന്നത്. ശ്രീ ജയകുമാർ, ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം. പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തിന് വിയോജിപ്പുണ്ടെങ്കിലും തിരിച്ചടിക്കുന്ന കാര്യത്തിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഇത് അന്ന് തന്നെ ഇത് ചെയ്യേണ്ട കേസാണ്. അപ്പൊ ഇവർക്ക് പാകിസ്ഥാന് പല രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ച് അവരെ എല്ലാം സിമ്പതി നേടാനുള്ള സമയം കൊടുത്തിട്ട് ഇനി അവർക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒരു സുപ്രഭാതത്തിൽ നമ്മളാരും അറിയാതെ അടിച്ചിട്ട് വന്നു എന്ന് പറയുന്നത് കേൾക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഒന്ന് സാറേ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം, പറയൂ. പിന്നെ ഒന്ന് സാറേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇതുവഴി ഒരു ചാറ്റിലാണ് ഞാൻ ആ വീട്ടിന്റെ കാര്യം പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് സുനിമോള് അവരോട് ഈ ചാറ്റിന്റെ പുറത്താണ് ആ വിവരം പറഞ്ഞത്. ആ പേരെഴുതിയാണ് ഞാൻ പറഞ്ഞത്. സാറത് പക്ഷേ അത് ഒഴിവാക്കി വായിച്ച് 2 ദിവസം കൊണ്ട് കളിയാക്കുമ്പോൾ എനിക്കൊരു തോന്നൽ വരുന്നത്. ഞാൻ എൻ്റെ സത്യാവസ്ഥയാണ് പറഞ്ഞത്. ഓക്കെ, അതെന്താന്ന് എനിക്ക് വ്യക്തമായില്ല. എന്ത് ചാറ്റാണെന്ന്? മറ്റേ വീടിന്റെ കേസ് പറഞ്ഞത്. അല്ല, കളിയാക്കിയല്ലേ. എനിക്ക് അവരെ 2-3 ഇതിൽ വന്നവരും ഉണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് എന്തോ ഒരു കളിയായി ഇന്നലെ രാജുവായിട്ട് ചേർന്ന സാറ് ധാരാളം വീട് ഉണ്ടെന്ന് ആദ്യം ഇങ്ങനെ വന്നു. അല്ല, ധാരാളമല്ല, ഒന്നിലധികം എന്നുള്ളത് ഞാൻ തിരുത്തി. അങ്ങനെയല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൽ കളിയാക്കുന്നതല്ല. അല്ല, അതിലേ ശ്രീ ജയകുമാർ, അതിൽ ഒരു തരത്തിലുള്ള കളിയാക്കലുമില്ല. വളരെ അഭിമാനം, സന്തോഷം. അങ്ങയുടെ നേട്ടങ്ങൾ പൊതുവേദിക്ക് ഒപ്പമുണ്ട്. അപ്പൊ 2-3 വീടുകൾ ഉണ്ട് എന്ന് ഇല്ല അങ്ങനെ അതിനെയൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഏതായാലും നമുക്ക് വിശദമായി പിന്നെ ഒരു ദിവസം സംസാരിക്കാം. ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ ദിവാകരൻ. ശ്രീ ദിവാകരൻ, യെസ്. സാറേ, പിന്നെ ഒരു സീനിയർ പിന്നെ ജേർണലിസ്റ്റാ. അപ്പൊ സാറ് നല്ലതാ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ജനകീയ കോർട്ടിലെ പ്രധാനപ്പെട്ടത്. അപ്പോൾ സാറ് പറഞ്ഞതിലൊന്നും അന്ന് തെറ്റില്ല. അത് അവര് തെറ്റിദ്ധരിച്ചതാ. സാറ് എക്സ്പീരിയൻസ് ഉള്ള സീനിയർ
ജേർണലിസ്റ്റ് അല്ലേ. Yes. അപ്പോ അതിന് രണ്ടാമത് പറയാ. ആ. പിന്നെ ഇതില് പിന്നെ അതായത് നമ്മളിപ്പം അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. 23 ലക്ഷം ആളാ മരണപ്പെടുക നിരപരാധികളായിട്ട്. പിന്നെ അതുമല്ല സാമ്പത്തികമായി പ്രതിസന്ധിയാവും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത രാജ്യം. അത് അവര് അഹംഭാവം കളിക്കുന്നത് അതിൽ കുറച്ചാളെ വിവരമുള്ളൂ, ബാക്കിയെല്ലാം വിവരം കെട്ട കൂട്ടറ. അവർക്കറിയാം. അതുമല്ല പണ്ട് മുമ്പ് നടന്ന പിന്നെ യുദ്ധത്തിലെല്ലാം അവര് തരിപ്പണായിട്ട് തോത് തൊപ്പിയായിട്ട് വയ്യ ലോകരാജ്യത്തോടും ഇത് റിക്വസ്റ്റ് പറഞ്ഞിട്ട് ഇന്ത്യ നിർത്തിയതാണ്. പക്ഷെ ഇന്ത്യക്ക് ഞമ്മക്കെന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഞമ്മക്ക് എല്ലാം 100 ഇരട്ടി വില, പിന്നെ സാമ്പത്തികമായ പ്രതിസന്ധി എല്ലാം. അതുകൊണ്ട് ഒരു യുദ്ധം വേണ്ട എന്നാ ഞാൻ വിചാരിക്കുന്നു. കൃത്യമാണ് താങ്കളുടെ അവർക്കുള്ള തക്കതായ ശിക്ഷ കൊടുക്കുക വേണ്ട ചെയ്ത വാർത്തയ്ക്ക്. നമ്മൾ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അതായത് ശ്രീ ദീപാകരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇതിനിടയിൽ പുറത്തു വന്നൊരു വിവരമായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തുർക്കി നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പൽ ഞായറാഴ്ച കറാച്ചി തുറമുഖത്ത് എത്തിയിരുന്നു. തുർക്കി നാവികസേനയുടെ കോർവൈറ്റുകളുടെ രണ്ടാമത്തെ കപ്പലായ TCG ബ്യൂകോദ ആണ് കറാച്ചിയിൽ ഉള്ളത്. ബുധനാഴ്ച വരെ അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ബുധനാഴ്ച വരെ ഈ കപ്പൽ അവിടെ തുടരും എന്ന വിവരങ്ങളാണ്. ആ കപ്പൽ അവിടെ TCG ബ്യൂകോദ അവിടെ തുടരുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. തുർക്കി വ്യോമസേനയുടെ C-103 വിമാനം കറാച്ചിയിൽ വന്നിറങ്ങിയതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു യുദ്ധക്കപ്പലും അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന് ആയുധങ്ങളുമായാണ് C-130 വിമാനം എത്തിയത് എന്ന് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പിന്നീട് അത് ഇന്ധനം നിറയ്ക്കുന്നതിനാണ് ലാൻഡ് ചെയ്തത് എന്ന് തുർക്കി അധികൃതർ വിശദീകരിച്ചപ്പോൾ നമ്മൾ അത് കുറേ കൂടെ കാര്യങ്ങളിൽ വ്യക്തത വന്നു. കാരണം ആദ്യഘട്ടത്തിൽ തുർക്കിയുടെ ഒരു വലിയ പിന്തുണ പാകിസ്ഥാന് കിട്ടിയ ആയുധങ്ങൾ അവിടേക്ക് എത്തിച്ചു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരന്നു. പക്ഷേ പിന്നീട് അത് ഇന്ധനം നിറയ്ക്കുന്നതിനാണ് വന്നത് എന്ന ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും തുർക്കി നാവിക സേനയുടെ അറ്റ്ലാസ് കോർവൈറ്റുകളുടെ രണ്ടാമത്തെ കപ്പലായ TCG ബ്യൂകോദയാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കം നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് പരിശോധിക്കുകയാണ് രാജ്യം. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ രാജൻ കൊയിലാണ്ടിയിൽ നിന്ന് അല്ലേ? ശ്രീ രാജൻ. രാജൻ കൊയിലാണ്ടി. യെസ്. ശ്രീ രാജന് ഈ സാഹചര്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണം നടത്തി, അത് എന്തിൻ്റെ സൂചനയായാണ് രണ്ടാമതും തുടർച്ചയായ ഈ മിസൈൽ പരീക്ഷണം? ഞാൻ പറയുന്നത് ഒരു മിസൈലല്ല എന്ത് വേണം നടത്തിക്കോട്ടെ, പക്ഷെ സംഭവം നമുക്ക് തിരിച്ചടിക്കാനുള്ള സമയം ആയിട്ടില്ല. നമുക്ക് തിരിച്ചടിക്കണമെങ്കിൽ നമുക്ക് തെളിവ് കിട്ടണം. തെളിവ് കിട്ടിയില്ല. അതിന്റെ ഇതിലാണ് പട്ടാളക്കാരിപ്പം അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അവരെമ്പക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ മാത്രമേ എമ്പക്ക് തെളിവ്, എന്നിട്ട് ഇവർക്ക് തിരിച്ചടിക്കാനാവും. ഓക്കെ. ഇന്ത്യ അഭിപ്രായമാണ് ഇത്, മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. ഇന്ത്യ അഭിപ്രായം അല്ല, അത് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. സംഭവം നടന്ന അന്ന് മുതൽ അതെ ഇവര് ഈ തീവ്രവാദികളെ പരമാവധി ജീവനോടെ പിടിക്കുകയും അതുവഴി അന്താരാഷ്ട്ര സമൂഹത്തിനെ അത് ബോധ്യപ്പെടുത്തുകയും വേണം. കാരണം ഇതിങ്ങനെ മറ്റുള്ള രാഷ്ട്രങ്ങൾ നമ്മളെ പുച്ഛിക്കൂ. കേറി ഇവര് പറയുന്ന മാതിരി കേറി ഇറങ്ങാനൊന്നും പറ്റൂല. ഇപ്പൊ ശരി, വ്യക്തമാണ്. തെളിവ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണേ ഒരു രാഷ്ട്രീയത്തെ ഇറങ്ങി ചെയ്യാം, പ്രശ്നം തീർന്നു. ഓക്കെ, വ്യക്തമാണ്. ഇതാണ് ഇന്ത്യ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് നമ്മൾ പിടികൂടിയ പാക് റേഞ്ചേഴ്സ് സൈനികനെ തിരികെ നൽകണം എന്ന ആവശ്യം പാകിസ്ഥാൻ വീണ്ടും ശക്തമായി ഉന്നയിക്കുന്നു. എന്നാൽ സൈനികനെ അറസ്റ്റ് ചെയ്യുന്നതിൽ BSFന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടില്ല. പാകിസ്ഥാനിലെ ബഹാവർപൂരിൽ സ്വദേശിയാണ് അറസ്റ്റിലായത് എന്നാണ് സൂചന. പാക് സൈനികൻ പിടിയിലായതിനു പിന്നാലെ രാജസ്ഥാൻ്റെ അതിർത്തിയിലും വളരെ ജാഗ്രത വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഏതായാലും ഷാജി പത്തനംതിട്ടയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷാജി. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ശ്രീ ഷാജി, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രതിപക്ഷത്തിന് ഒരു ആയുധം കൊടുത്തോ ഈ തിരിച്ചടി വൈകി എന്ന കാര്യം? അതൊരിക്കലും ഇല്ല. കാരണം ഇത് നമുക്ക് പറഞ്ഞാൽ വായ് കൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് പോയി അടിക്കാനൊന്നും പറ്റുന്ന ഒരു സംഭവമല്ല ഇത് നമ്മുടെ ഇന്ത്യക്കും അത് ദോഷം ചെയ്യും. കാരണം പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളും തിരിച്ചടിക്കും. പിന്നെ തന്നെയുമല്ല അവര് തുർക്കിക്കും പിന്നെങ്കിൽ സൈന്യം അവർക്ക് പിന്തുണയുണ്ട്. അപ്പം അത് മാത്രമല്ല ഇന്ത്യക്ക് മറ്റു മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പിന്തുണ അനിവാര്യവുമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അടിക്കാത്തത്. എന്തായാലും അടിക്കും എന്ന് ഉറപ്പുണ്ട്. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ മിസൈലിൻ്റെ പരീക്ഷണം
അത് നടന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടി ആണ് അതിനെ നോക്കിക്കാണുന്നത്. അത് അവരുടെ സൈനിക ശക്തിയുടെ ഒരു മികവായൊക്കെയാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. അത് സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. 120 കിലോമീറ്റർ, അതായത് 75 മൈൽ ദൈർഘ്യം ഉള്ള ഒരു ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു മിസൈലിൻ്റെ പരീക്ഷണമാണ് നടന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. മെയ് 3-ാം തീയതിയും പാകിസ്ഥാൻ സമാനമായ ഒരു ട്രെയിനിങ് പരിപാടി നടത്തിയിരുന്നു. അബ്ദാലി വെപ്പൺ സിസ്റ്റം എന്ന മിസൈൽ, അത് 450 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ സിസ്റ്റത്തിൻ്റെ പരീക്ഷണം. അങ്ങനെ തുടർച്ചയായി ഉള്ള പരീക്ഷണം അവിടെയും നടക്കുന്നു. അത് പരിഭ്രാന്തി കൊണ്ടാണ് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അത് ഒരു പ്രകോപനത്തിൻ്റെ, മെയ് 3-ന് തന്നെ അത്തരമൊരു പരീക്ഷണം നടത്തിയപ്പോൾ അതൊരു പ്രകോപനത്തിൻ്റെ രീതിയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും അതിന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നടന്നു. പ്രത്യേകിച്ച് INS സൂററ്റ് നമ്മൾ വിജയകരമായി INS സൂററ്റിൻ്റെ ക്ഷമത പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ അവിടെ പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായി. അതോടൊപ്പം ഒരു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളെ നമ്മൾ രംഗത്തിറക്കി പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികളുടെ ഭാഗഭാക്കായി കൂടിയാണ് ഇന്ത്യയുടെ സൈനിക സജ്ജത നമ്മൾ പരിശോധിച്ചത്. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. പ്രദീപ് നമുക്ക് ന്യൂയോർക്കിൽ നിന്നാണ് ചേരുന്നത്. പ്രദീപ്, നമസ്കാരം സെക്രട്ടറി. നമസ്കാരം. മനു, മിസ്റ്റർ മനു, യഥാർത്ഥത്തിൽ ഇപ്പം ഇന്ത്യ കുറച്ച് സ്ലോ ചെയ്യുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യണത് താങ്കൾക്കറിയാം, 1 അല്ല 3 രാജ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട്. 1 ചൈന, 2 ബംഗ്ലാദേശ്, 3 പാകിസ്ഥാൻ. ഈ 3 പേരും, അതിനകത്ത് ചൈനയാണ് യഥാർത്ഥ പറഞ്ഞാൽ ഈ സകല പരിപാടികൾക്കും പൂർണ്ണ പിന്തുണയും സഹായം ഇൻഡയറക്ട്ലിയും ടെക്നോളജി ഉൾപ്പെടെ പാകിസ്ഥാനെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ച് അവരെ ഇന്ത്യക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുക, ഇന്ത്യ അസ്ഥിരപ്പെടുത്തുക എന്നത് മാത്രമാണ് ചൈനയുടെ ലക്ഷ്യം. ഒപ്പം നമ്മുടെ പ്രദീപ്, നമ്മളിപ്പോൾ ഈ അജയ് റായ് കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ, അജയ് റായ് ചില പ്രതികരണങ്ങൾ നടത്തിയില്ല. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അജയ് റായുടെ ആ ദൃശ്യം ഒന്ന് കാണിക്കാമോ? അജയ് റായ് കണ്ടോ, ഒരു വിമാനം കയ്യിൽ പിടിച്ച് മുളകും ഒക്കെ വെച്ച് പരിഹസിക്കുകയാണ്. ഇത്തരം പ്രതികരണങ്ങളെ എങ്ങനെയാണ് ശ്രീ പ്രദീപ് നോക്കിക്കാണുന്നത്? അല്ല, ഇത് നമ്മൾ മാക്സിമം അവരെ പ്രകോപിപ്പിക്കണം. ഒപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രത്യക്ഷമായിട്ട് തുർക്കിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മിസ്റ്റർ മനു, വളരെ വിഷമത്തോടെ പറയുന്നതാണ്. ഈ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മൾ 5 കോടി രൂപയാണ് തിരിച്ചവിടെ കൊടുത്തത്. ഒപ്പം നമ്മുടെ പൂർണ്ണ എല്ലാ നമ്മുടെ മെഡിക്കൽ സഹായം ആദ്യം എത്തിയ നമ്മളാണ്. രണ്ടാമത് നമ്മൾ പാലസ്തീനു വേണ്ടി ഒരു പ്രശ്നം വന്നപ്പോഴും നമ്മൾ അവരെ പക്ഷേ ഇപ്പൊ ഒരു കാര്യം തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ C-130 വിമാനം ഇന്ധനം നിറയ്ക്കാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ, പക്ഷേ അത് അപ്പോഴേക്ക് ആയുധം നൽകാൻ എത്തിയതാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നൊക്കെ അവർ വിശദീകരണം നൽകുന്നത്. എത്ര കണ്ട് സത്യമാണെന്നുള്ളത് പിന്നീട് കുറെ കൂടെ കഴിയുമ്പോൾ വ്യക്തമാകും. ഏതായാലും ഇതാണ് ഇപ്പോൾ തുർക്കിയുടെ ഒരു ഔദ്യോഗിക നിലപാട്. അവിടെ എത്തിയത് കള്ളം പറയുന്ന മിസ്റ്റർ മനു, പാകിസ്ഥാന്റെ ഹം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, HEM ഹം എന്ന് പറഞ്ഞ ചാനലുണ്ട്. അവര് പറഞ്ഞത് അവർ ബ്രദേഴ്സ് സപ്പോർട്ടിങ് ഫുള്ളി വിത്ത് അവർ ഹാർട്ട്. അവർ ഹാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിൽക്കുന്നത്. 7 ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടുണ്ട്, ഒരു ഷിപ്പ് ഇന്ന് എത്തിയിട്ടുണ്ട്, ഇതിനു മുമ്പ് 2 ഫ്രഗറ്റ് എത്തിയിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അമേരിക്കയെ കുറ്റം പറയുന്നവർക്ക് പലരും ഉണ്ട്. അമേരിക്ക ഇന്ത്യക്ക് F-22 115 കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ അവരുടെ 2-3 വാസ്റ്റ് ടെക്നോളജി ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 2 രാജ്യമേ ഉള്ളൂ. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നത് ഇന്ത്യ സമാധാനമായിട്ട്, കാരണം നമ്മൾ ഫേസ് ചെയ്യുന്നത് 3 കൺട്രിയാണ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. സമാധാനമായി അടിക്കുമ്പോൾ അവന്റെ തലയെ തന്നെ അടിക്കണം, അടിച്ചിരിക്കും. താങ്ക് യു. ഓക്കെ, വ്യക്തമാണ്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശക്തികുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശക്തികുമാറിന് ഈ പരസ്പരം 2 രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ സൈനിക ക്ഷമതയൊക്കെ പരിശോധിക്കുന്നു. ഞാനിപ്പോൾ നമുക്ക് ആ ഗംഗ എക്സ്പ്രസ് വേയിൽ കഴിഞ്ഞ ദിവസം വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്തതിന് ലാൻഡ് ചെയ്തതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ഇന്ത്യ നമ്മുടെ പരീക്ഷണങ്ങൾ ശക്തമായി നടത്തുന്നു. പാകിസ്ഥാൻ ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ അവർ നടത്തുന്ന നീക്കം പരിഭ്രാന്തി കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ശ്രീ ശക്തികുമാർ ഈ വിഷയങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? തിരിച്ചടി വൈകുന്നു എന്നത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം ഒരായുധമാക്കി ഉപയോഗിക്കേണ്ടതുണ്ടോ? പറയാം, അതിന്റെ ആവശ്യമില്ല. കാരണം എന്തായാലും ആക്രമണം അനിവാര്യമാണ്, അത് എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പരാജയം വളരെ നേരിയ രീതിയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സൈന്യം വളരെ ജാഗ്രത പുലർത്തുന്നത്. എന്തായാലും യുദ്ധം
ഉടനെ തന്നെ ഈ 2 പ്രാവശ്യം സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായി സാർ. അതേപോലെ ആയിരിക്കില്ല ഇത് കാര്യമായ ഒരു ആക്രമണം തന്നെ ആയിരിക്കും. അതിന് പാകിസ്ഥാനികമായ ഒരു കൃത്യമായ ഒരു മറുപടിയും കൊടുത്തിരിക്കും. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും തുർക്കി അംബാസിഡർ ഡോക്ടർ ഇർഫാൻ ആണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സന്ദർശിക്കുകയും തുർക്കിയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നൊക്കെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ സമുദ്രമേഖലയിൽ സഹകരണത്തിൻ്റെ ഭാഗമായി കപ്പൽ എത്തിയത് എന്ന് പാകിസ്ഥാൻ നാവികസേന വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിൽ പരസ്പരം ധാരണ വർദ്ധിപ്പിക്കുകയും സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ കപ്പൽ അവിടെ എത്തിയിരിക്കുന്ന കപ്പലിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒക്കെ തുർക്കിയിലെ കപ്പലിലെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ നാവികസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇന്ത്യ തിരിച്ചടിക്ക് സാധ്യതകൾ കൂടുതൽ ശക്തമാകുന്നു എന്ന കണക്കുകൂട്ടലുകളും വരുന്നുണ്ട്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീ മോഹൻദാസ്, നമ്മുടെ ഈ കോൺഗ്രസ് വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് അത് നമ്മൾ ഈ റഫേൽ യുദ്ധവിമാനങ്ങളൊക്കെ നാരങ്ങയും വെച്ചിരിക്കുകയാണ്, ശക്തമായി തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അജയ് റായ് ആരോപിക്കുന്നു. എന്നാൽ കോൺഗ്രസ് പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതാണ് ഈ ടോയ് റാഫേൽ പ്രതികരണത്തിലൂടെ നടത്തിയത് എന്നാണ് BJP ആരോപിക്കുന്നത്. ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു? ഈ തിരിച്ചടി വൈകുന്നു എന്നത് ഒരു രാഷ്ട്രീയ ആയുധമാണോ? നമസ്കാരം. യെസ്, നമസ്കാരം. ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കാം. അതായത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അതൊക്കെ ഉണ്ടാക്കി. അത് കാര്യമൊന്നുമില്ല, അതിൽ യാതൊരു കാര്യമില്ല. കാരണം ശക്തമായ ഒരു ഭരണകൂടം, ഞാൻ ഇപ്പൊ BJP-കാരനേ അല്ല, ശക്തമായ ഭരണകൂടം അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 3 വിങ്ങും വളരെ സ്ട്രോങ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പല ഭാഗങ്ങളും സാറിന് നല്ലോണം അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയാം, അവിടുത്തെ ആയുധശേഖരം കുറവാ. കാരണം ഉക്രൈനോ ഇവർക്കൊക്കെ കുറെ കൊടുത്തിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല. അതേസമയം ഇന്ത്യ സമ്പുഷ്ടമാണ്, കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മുടെ നേവി വളരെ സ്ട്രോങ് ആണ്. 7ാം കപ്പൽപ്പടെ ഓടിച്ച ആൾക്കാരല്ലേ ഇത്. പിന്നെ വേറൊരു കാര്യം, ഉടനടി നമ്മൾ അയൽക്കാർ ഈ നാട്ടിൻപുറത്തെ ആൾക്കാർ തമ്മിൽ തന്നെ വരുന്നില്ലല്ലോ ഇത്. ഇത് വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. മുമ്പൊക്കെ നടന്നതൊക്കെ 12 ദിവസം 13 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ചെയ്ത് അറ്റാക്ക് വന്നിരിക്കുന്നത്, സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് നടന്നിരിക്കുന്നത്. അപ്പൊ അതായിട്ടില്ല. ആ കണക്കിന് വെക്കുകയാണെങ്കിൽ 1999 പൊക്രാനിൽ മെയ് 11-നാണ് ഒരു ഇത് നടന്നത്, ഒരു പരീക്ഷണം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മെയ് 11, 12 ശേഷം എന്തായാലും ഉണ്ടാവുള്ളൂ, അത് ഉറപ്പാണ്. പിന്നെ ഇമ്രാൻഖാൻ അകത്താ കിടക്കണേ, അയാളുടെ അനുകൂലികൾ അവിടെ പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ആഭ്യന്തര കലഹങ്ങൾ നല്ലോണം നടക്കുന്നുണ്ട്. പിന്നെ ഈ ടെററിസ്റ്റുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു ടെററിസ്റ്റാണ് അവര്. ഹാഫിസ് സെയ്ദ് അയാള് ലക്ഷ്യ തൊഴിലാളിന്റെ നല്ല സംരക്ഷണം കൊടുത്തിരിക്കുക അവിടെ. അതുപോലെ തന്നെ ബിൻ ലാദനെ എവിടെയാണ് പിടിച്ചത്? അമേരിക്ക അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയില്ലേ? അപ്പൊ ഇതൊക്കെ അവര് ചെയ്യുന്നത് ഇന്ത്യ ചെയ്യില്ല. ഇന്ത്യ സമാധാനത്തില് ഇപ്പൊ തന്നെ നമ്മൾ നയതന്ത്ര പ്രതിരോധം കൊണ്ട് ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. അവര് വല്ലാണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രതികരണമാണ് അവരിങ്ങനെ വെപ്രാളം കാണിക്കുന്നത്. അല്ലാണ്ട് ഒരു ചുക്കുമില്ല അവിടെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും പറഞ്ഞിട്ടുണ്ട്. ജോ ചാഹത്തായ ഹോഗ എന്നാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഡെഫിനറ്റ്ലി അത് നടക്കും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. പെഹൽഗാം ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു എന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇന്ത്യക്ക് മുഴുവൻ പിന്തുണയും പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. തീവ്രവാദത്തെയും അതുപോലെ തീവ്രവാദത്തിനെ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ശക്തമായ ഒരു നിലപാട് പുടിൻ എടുക്കും എന്ന് റഷ്യ എടുക്കുമെന്ന് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നു. പുടിൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നേരത്തെ പ്രധാനമന്ത്രി ഈ വിഷയങ്ങൾ മറ്റ് രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു. ഏതായാലും ഇത് ഒരു ആഗോള പിന്തുണ രാജ്യത്തിന് വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായി കൂടിയാണ് വരുന്നത്. ഏതായാലും റഷ്യ ഇപ്പോൾ അവരുടെ 80ാമത് വിക്ടറി ഡേ സെലിബ്രേഷൻസിൻ്റെ തിരക്കിലാണ്. സ്വാഭാവികമായി ഈ ഘട്ടത്തിലും രാജ്യത്തിന് പിന്തുണയുമായി അവർ എത്തുന്നു എന്നതാണ് വരുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകിയവരെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമായി തുടരുന്നു. സുരക്ഷാ സേന സംസ്ഥാന വ്യാപകമായി 2800 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു. 90 പേർക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ വന്നിട്ടുണ്ട്. പുഞ്ചിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയ സൈന്യം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, പറഞ്ഞോളൂ. എന്താണ് താങ്കള് ആകെ ഞാൻ ഒരു 20 മിനിറ്റോളായി കോളിൽ വെയിറ്റ് ചെയ്യാണ്. താങ്കള്
സംസാരിച്ചത് 3 പേരാണ്. ഒരു 30 പേരുടെ സമയം താങ്കൾ തന്നെ കൊണ്ടുപോയി. ഞാൻ കൊണ്ടുപോയത് എന്റെ ഉണ്ണികൃഷ്ണൻ അല്ല പിന്നീട് വായിക്കാവുന്ന ഇതൊരു അല്ല ഒരേ കാര്യമല്ല. ഇപ്പോൾ വന്നിട്ടുള്ള ചില വിവരങ്ങൾ അതാത് ഘട്ടങ്ങളിൽ ആളുകളെ അറിയിക്കേണ്ടത് കൂടി ഉണ്ടെന്നേ. ശ്രീ ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഈ ടെലിവിഷനിൽ പ്രതികരിച്ച വ്യക്തികളിൽ ഒരാളാണ് അങ്ങ്. എന്നിട്ട് ഇത് പ്രതികരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എനിക്ക് ഒരു ഘട്ടത്തിലും മനസ്സിലാകും. അങ്ങ് ആകെ ഈ ഷോ തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയിട്ടില്ല, എന്നിട്ട് അങ്ങ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചു കൊണ്ടുവരികയാണ്. ഇത് അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ടെലിവിഷനിൽ ഏറ്റവും അധികം ഇത് പ്രതികരണം നടത്തിയ ഒരാളാണ് അങ്ങ്. എന്നിട്ട് എനിക്ക് അവസരം കിട്ടിയില്ലെന്ന് എല്ലാ ദിവസവും പരാതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, അതല്ല ഞാൻ പറയുന്നത്. എനിക്ക് പ്രതികരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലല്ലോ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു ന്യൂസ് ചാനൽ എന്ന നിലയിൽ ആ വാർത്തകൾ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അല്ല, അവസരമൊക്കെ എല്ലാവർക്കും കിട്ടുമെന്നേ. നമുക്കൊരു കാര്യം പറയേണ്ടത്, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ടെലിവിഷൻ കാണും, അത്രയും ആളുകൾക്ക് അവസരം കൊടുക്കാൻ സാധ്യമല്ല. അപ്പൊ ആളുകൾ ടേൺ വെച്ചും യൂട്യൂബിലും ഒക്കെ പലതരത്തിലുള്ള അവസരങ്ങൾ നൽകുന്നു. അപ്പൊ താങ്കൾ ഇതിങ്ങനെ അല്ല, അത്ര തിരക്കാണെങ്കിൽ താങ്കൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വേറെന്താ ഞാൻ പറയാൻ പറ്റും? ഓക്കെ, ശരി, ഓക്കെ. ഏതായാലും ഞാൻ ഓക്കെ ശരി. സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു, ഒപ്പം അരുന്ധതി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. സുനിൽ കുമാർ പറയുന്നത് തിരിച്ചടി വൈകി എന്ന് പറയാനാകില്ല എന്ന് പറയുന്നു. പാകിസ്ഥാൻ പോലെയല്ല നമ്മൾ, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറയുന്നു. പ്രമോദ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ശശികല ദേവി തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ എന്ന് പറയുന്നു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ബാലൻ വി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. അവർ ഡിഫൻസ് ഫോഴ്സ് know how to hit, where to hit and how to hit, so let us be patient എന്ന് പറയുന്നു. ഓക്കെ, ഇത് നമ്മൾ ഈ വിഷയം തുടരെ ചർച്ച ചെയ്യുന്ന ഇത് പ്രതിപക്ഷം ഇതൊരു പരിഹാസവുമായി വന്ന ഘട്ടത്തിൽ കൂടിയാണ് എന്ന് ശ്രീ ബാലനെ ഞാൻ ഓർപ്പിക്കുകയാണ്. ജയകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. തോമസ് മാത്തൻ പറയുന്നു ഹൈടെക് ആരോഗ്യ രംഗം അണുബാധ ഒഴിവാക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പുക മിഷൻ സ്ഥാപിച്ചു. ഓക്കെ, നമ്പർ 1 അത് പുക വന്നതുമായി നമ്മുടെ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ്. ഓക്കെ, സുനിൽകുമാർ പറയുന്നു തോമസ് മാത്തനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഒരു കേരള കിച്ചു ബോയ് പറയുന്നു അങ്ങേ എഴുത്തുകൾ. ഓക്കെ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം സന്തോഷ് ശ്രീ സന്തോഷ്. നമസ്കാരം സർ. നമസ്കാരം. ഈ പൊതുവേദി എന്ന് പറയുമ്പം ഈ വെറുതെ അനാവശ്യമായിട്ട് ഈ ചർച്ച ചെയ്തിട്ട് സമയം കളയരുത്, അതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. പല പ്രാവശ്യമായി ഇത് ലൈനിൽ നമ്മൾ വിളിച്ച് എത്ര കാലം, നമ്മൾ ആദ്യം മുതലുള്ള ശ്രോതാവാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെ സമയം കളയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ പഹൽഗാമിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ ഈ നമ്മുടെ രാജ്യത്തിനൊരു പാളിച്ച പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് ചോദിച്ചാൽ ഈ തീവ്രവാദികൾ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് കടന്നത്? അപ്പൊ നമ്മുടെ പട്ടാളക്കാർ ഉറങ്ങുകയായിരുന്നോ? ഇതാ എന്റെ ഒരു സംശയം. പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഒറ്റിക്കൊടുത്ത ചാരന്മാരെ പിടിച്ച് അവരെ തക്കതായ ശിക്ഷ കൊടുക്കണം. ഇതൊക്കെയാണ് എന്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച്. എനിക്ക് ഹരി സന്തോഷ് വെള്ളരിക്കുണ്ടനോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കണ്ണിലെണ്ണയൊഴിച്ച് മുട്ടറ്റം മഞ്ഞിൽ നിന്ന് ഈ രാജ്യത്തെ കാക്കുന്ന സൈനികർക്കെതിരെയുള്ള ഒരു പരാമർശത്തിനും പൊതുവേദിയുടെ പിന്തുണയില്ല എന്ന് ഉറക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കണം. ആരെങ്കിലും കണ്ണടച്ചതുകൊണ്ടല്ല തീവ്രവാദികൾ വരുന്നത്. അത് മതഭ്രാന്തിൽ നിന്ന് അടവച്ച് വിരിയിക്കുന്ന തീവ്രവാദികൾ 1000 എണ്ണം ഇറങ്ങുമ്പോൾ അതിൽ 999 എണ്ണത്തെയും തടയുന്നതാണ് സൈന്യത്തിൻ്റെ ജോലി. പക്ഷേ അതിൽ രക്ഷപ്പെട്ടു വരുന്ന 1 or 2 പേർ ഒരു പക്ഷേ ഒരു ആക്രമണം നടത്താം. പക്ഷേ അതും അങ്ങനെ കൈയും കെട്ടി നോക്കി ഇരിക്കില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നോ ഗുരുതര വീഴ്ച പറ്റി എന്ന് പറയുന്നതിനോട് എനിക്കൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. നമ്മൾ 365 ദിവസവും 24 മണിക്കൂർ ഇത് ഇങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ വരുന്ന എന്തെങ്കിലും അവർക്ക് ഒരു നുഴഞ്ഞു കയറാൻ കഴിയുമ്പോൾ നമുക്കറിയാലോ 3000 കിലോമീറ്ററിലധികം പരന്നു കിടക്കുന്ന ഒരു അതിർത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. അതിൽ ഏതാണ്ട് 1000-ഓളം കിലോമീറ്റർ വരുന്നത് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ്. ഒരു വശത്ത് തീവ്രവാദികളെ ഇങ്ങനെ അടവച്ച് വിരിയിക്കുന്നത് പോലെ മതഭ്രാന്ത് കുത്തിവെച്ച് ഇങ്ങനെ രാജ്യത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമം സുസജീവമായി നടക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധം വളരെ വളരെ സൂക്ഷ്മമായി മാത്രമേ രാജ്യത്തിന് ചെയ്യാനാവൂ. അല്ലാതെ നിയന്ത്രണമില്ലാതെ ഒരുപക്ഷെ തിരിച്ചടിക്കാനൊക്കെയുള്ള പ്രേരണകൾ ഉണ്ടായാൽ അത് വലിയ തോതിൽ പലപ്പോഴും
അത് പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന വകതിരിവ് നമുക്കുണ്ട്. അപ്പോൾ അവിടുത്തെ ഗ്രാമീണരെ രക്ഷിക്കണം, അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന ആ നാട്ടിലെ ആളുകളെ കൂടി കണ്ടെത്തി അങ്ങനെയൊക്കെ വളരെ ഒരു മൾട്ടി ഫേഷ്യസ് ആയിട്ടുള്ളൊരു നീക്കമാണ് സൈന്യത്തിന് നടക്കുക. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ സൈന്യം ഉറങ്ങുകയായിരുന്നു എന്ന് പറയാൻ ആകില്ല. കാരണം അത്രയും ഒരു അതിർത്തി മുഴുവൻ അങ്ങനെ സൈന്യത്തെ നിർത്താൻ അത് സാധ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒറ്റ വിഷയം. നമുക്ക് അടുത്ത പ്രേക്ഷകരിലേക്ക് പോകാം. ഒരിടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇടവേള കഴിഞ്ഞ് പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഇപ്പം മാളയിൽ നിന്ന് ചേരുന്നു. ഓക്കെ, ശ്രീ പ്രസന്നൻ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ ഞാൻ ശ്രീ പ്രസന്നുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി. അങ്ങ് ഒരു പ്രവാസിയാണ് എന്നൊക്കെ എന്നോട് ഒരു ദിവസം പറഞ്ഞിരുന്നു അല്ലേ? അതെ അതെ. യെസ്, ശ്രീ പ്രസന്നൻ സ്വാഭാവികമായും ഒരു പ്രവാസിയായിരുന്നു. കൂടുതൽ പ്രവാസികളുമൊക്കെ ആയിട്ട് ഇപ്പോഴും പരിചയവും ബന്ധമൊക്കെയാണ്. നമ്മുടെ ആളുകളൊക്കെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തിരിച്ചടി വൈകുന്നത് ചർച്ചയാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം ചർച്ചയാകുന്നുണ്ടോ? ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. നമസ്കാരം. രണ്ട് കാര്യമാണ് എനിക്കിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ അതിർത്തിയിൽ 365 ദിവസം മഞ്ഞും വെയില് ഈ പ്രതികൂല കാലാവസ്ഥയിൽ കാവൽ നിൽക്കുന്ന നമ്മളെ ഉറക്കാൻ വേണ്ടിയിട്ട് അവരുറക്കം ഉറക്കിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ വികാരത്തിന് മുറിവേൽക്കുന്ന ഒരു സംഭാഷണം ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധം ഈ ആവേശത്തോടു കൂടി നമ്മൾ എടുത്തു ചാടേണ്ട ഒരു വിഷയമല്ല. ഇന്റർനാഷണൽ ലെവലിലും പല ഈ ഹൈടെക് കാലത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തോ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വികാരത്തിന് അടിമപ്പെട്ട് ചെയ്യുന്നത് അല്ല ബുദ്ധി. നമുക്കൊക്കെ തോന്നും ഇപ്പൊ തന്നെ ചെയ്യണം വൈകരുത് എന്നൊക്കെ തോന്നും. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ശ്രദ്ധിക്കാനും ഉള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ പേരിൽ വേണ്ടത്ര സമയം എടുത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ നോക്കാനൊക്കെ നമ്മുടെ ഈ സേനാ മേധാവികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തിരക്കിട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രജകൾ എന്ന നിലയ്ക്ക് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? സാർ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പേ സാർ ഇന്ത്യയിലും ഇന്ത്യക്കകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതികരിക്കാനായിട്ട് നമുക്കൊരു അവസരമുള്ളത് ന്യൂസ് 18 ആ ന്യൂസ് 18 ആ സൗകര്യത്തെ നമ്മൾ പരമാവധി സമയത്തോടുകൂടി അത് നിയന്ത്രിച്ചു വേണം കൊണ്ടുപോകാൻ. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവതാരകന് സംസാരിക്കാൻ പാടില്ല, ഞങ്ങളോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ന്യൂസ് 18 ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സാർ. ദയവായി നമ്മുടെ പ്രതികരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി നമ്മളോട് ഒന്ന് സഹകരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനം നമുക്ക് നിലനിർത്താം. സാർ, ഇനി വിഷയത്തിലേക്ക് വരാം. സാർ, തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. യാതൊരു കാരണവശാലും ആ കാര്യത്തിൽ വേണ്ട. എന്നാൽ ബോംബ് പോലുള്ള സംഗതി പ്രയോഗിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും നമ്മുടെ ജനങ്ങൾക്കും അത് ജീവന് ദോഷം തന്നെയാണ്. ഏതായാലും സർക്കാർ ആലോചിച്ച് ചെയ്യും. അതുപോലെ നമ്മൾ ആർമിയും എയർഫോഴ്സും നേവിയും യുക്തമായ സമയത്ത് തിരിച്ചടിക്കും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു യുദ്ധത്തെ വിളിച്ചു വരുത്തേണ്ട എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതെ, അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാണ്. നേവൽ എക്സസൈസിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്, എയർഫോഴ്സിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ സൈനികർ അതിനെല്ലാം തയ്യാറാണ്. നമുക്ക് അത്തരത്തിലുള്ള എല്ലാവിധ ശക്തികളുമുണ്ട്. പക്ഷെ പാകിസ്ഥാനും ഇപ്പോൾ അതിന് പകരമായി ചില സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ഇത് എന്ത് സംഭവിക്കും എന്ന കാര്യം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ജയകുമാരി രവീന്ദ്രൻ എന്നോട് പറയുന്നു, മനു തിരിച്ചടി വൈകരുത്, രാപ്പകൽ ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പട്ടാളത്തിൻ്റെ ഊർജ്ജവും ധൈര്യവും ചോരാതിരിക്കട്ടെ എന്ന് പറയുന്നു. ന്യൂ തിങ്കർ പറയുന്നത് അജയ് റായ് പ്രതികരണം ശരിയായില്ല എന്നതാണ്, അത് പാകിസ്ഥാനിന് അനുകൂലമായി എന്ന് പറയുന്നു. രഘുനന്ദൻ പറയുന്നു, ഒരു യുദ്ധം എന്ന് പറഞ്ഞെടുത്തു ചാടി പോകാനുള്ളതല്ല, എല്ലാം പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭാഗത്ത് ആൾനാശം വരാതെ വേണം ചെയ്യാൻ എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ഓക്കെ, രഘുനന്ദനൻ തിരുമുല്ലവാരം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശശികല ദേവി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സൈന്യം കണ്ണിൽ എണ്ണയൊഴിച്ച് മിഴി ചിമ്മാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സുഖമായി നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നത് എന്ന് ശശികല ദേവി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയും നമ്മളോട് പറയുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് സുരേഷ് കുമാർ പാലയിൽ നിന്നാണ്. ശ്രീ സുരേഷ് കുമാർ. നമസ്കാരം. യെസ്, നമസ്കാരം ശ്രീ സുരേഷ് കുമാർ. ഞാനൊരു പ്രവാസിയായിരുന്നു. എനിക്ക് ഈ
കൂടുതൽ ഈ പാകിസ്ഥാനികളുമായിട്ട് എനിക്ക് കൂടുതൽ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്, ബന്ധം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട് സഹപ്രവർത്തകരായും. സത്യത്തിൽ ഇവന്മാർക്കൊന്നുമില്ല, ശരി പട്ടിണിപ്പാവങ്ങളാ ഇവരെന്ന് പറഞ്ഞാൽ. ആ രാജ്യത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാരണവശാലും. ഈ പുറത്തുള്ളവരെന്ന് പറഞ്ഞാൽ ലീവിന് പോലും പോകുന്നില്ല, ലീവിന് പോലും പോകാതെ ഇവരുടെ ബന്ധുക്കളെ അടുത്ത ഈ ഗൾഫ് രാജ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് അവർ ലീവിന് പോകുന്നു. അതുപോലെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധമല്ല പ്രധാനം, അതിനേക്കാൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ 2-3 തവണ നമ്മൾ അവരുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പരാജയം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ആ ധൃതി കൂട്ടിയുള്ള ആ ഒരു ഇതിൽ നമുക്കത് ദോഷം വന്നിട്ടുണ്ട്. അതുപോലെ ഒന്നും വിട്ടുകൊടുക്കേണ്ട ഒരു കാരണവശാൽ ആവശ്യമില്ല. അന്നത്തെ ആ ഈ രാഷ്ട്രീയത്തിന്റെ ഇത് വെച്ചാണ് POK പോയത്. ആ POK ആണ് നമുക്ക് എന്നും തലവേദന. നമ്മൾ കിടന്നുറങ്ങുന്നതിന്റെ മുകളിൽ വാള് കെട്ടി തൂക്കിയ അവസ്ഥയായിരുന്നു ആ POK. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. അത് നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ആളുകളിൽ നിന്ന് വരുന്നത് അല്ലേ? ഓക്കെ താങ്ക് യു. ഏതായാലും സുരേഷ് കുമാർ നമ്മുടെ പ്രേക്ഷകൻ പാലിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായത് പാകിസ്ഥാൻ്റെ ഈ രണ്ടാമത്തെ മിസൈൽ പരീക്ഷണമാണ്. അതിൽ രസകരമായ ഒരു സംഭവം, ആദ്യം 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷിച്ചു എന്ന് പറയുന്നത് ഇന്ന് കുറച്ചുകൂടി ശേഷി കുറഞ്ഞ മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി പറയുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത് രാജ്യം വളരെ സുരക്ഷിതമായ കൈകളിലാണ് എന്നൊക്കെ പറയുന്നത് അത് ഒരു പരിഹാസമായി മാത്രമാണ് ഇപ്പോൾ ലോക ജനത കാണുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. ഏതായാലും സർഫസ് ടു സർഫസ് മിസൈലാണ്, 120 കിലോമീറ്റർ ശേഷിയുള്ള ഒരു സർഫസ് ടു സർഫസ് മിസൈലാണ് അവർ പരീക്ഷിച്ചിരിക്കുന്നത്. അത് ഓൺഗോയിങ് എക്സസൈസ് ഇൻഡസ് എന്നാണ് അവർ അതിന് പേരിട്ടിരിക്കുന്നത്. ഏതായാലും കൊള്ളാം. അപ്പോൾ ഇൻഡസ് സിന്ധു നദി ജലകരാറുകൾ റദ്ദാക്കിയതിൻ്റെയൊക്കെ ഭാഗമായാണോ എന്നറിയില്ല. ഏതായാലും ഇൻഡസ് എന്നാണ് ഈ സൈനിക അഭ്യാസത്തിന് പേരിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി നേരത്തെ ഒരു അബ്ദാലി എന്നൊരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും നടത്തിയിരുന്നു. യെസ്, ഓക്കെ. ശ്രീ ദാസൻ നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ, തുടർച്ചയായി ഈ യുദ്ധ സന്നദ്ധത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ശ്രീ ദാസൻ എന്താണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്? മനു, നമ്മുടെ പട്ടാളക്കാര് ഈ കാശ്മീരിൽ ജോലി ചെയ്ത പട്ടാളക്കാർ 90% ആൾക്കാരും കാശ്മീർ ജോലി ചെയ്ത് അവർ കാലിൽ തൊട്ട് ബന്ധിക്കണം. നമ്മുടെ ഇവിടെ അനുഭവത്തിൽ പറയുന്നത് അവിടെ ആൾക്കാർ പറഞ്ഞിട്ട് അത്രമാത്രം സാഹസപ്പെടും അവര്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നല്ല ദിശാബോധമുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ വന്നിട്ട് കുടുംബത്തെ ആക്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് ആയിട. അതുപോലെ ഇത് പറ്റൂല. ഇത് വളരെ പഴയ ആൾക്കാരുടെ സമാധാനമായ കാര്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച പെട്ടെന്ന് പോയി അടിച്ച് താഴ്ത്താൻ പറ്റൂല. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വേറെ കാര്യം കൂടെ പറയാൻ ഒരു അര മിനിറ്റ് കാരണം ഈ വർഗീയ തീവ്രവാദികള് തീർത്തും നമ്മുടെ ഇന്ത്യയിലെ തീവ്രവാദികള് വർഗീയവാദികളല്ല. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തില് 70-80 കാലഘട്ടത്തില് 18ഓളം കൊലപാതകങ്ങള് ഈ നക്സലേറ്റ് നടത്തിയിട്ടുണ്ട്. തീവ്രവാദികളാണ്, അവർക്ക് വർഗീയതയില്ല. ആന്ധ്രാപ്രദേശിലെ കൊണ്ടപ്പള്ളി സീതാരാമയ്യർ അയാള് തീവ്രവാദികളാണ്, പക്ഷെ അയാൾക്ക് വർഗീയതയില്ല. ബീഹാറിലെ നമ്മളെ വിനോദ് മിശ്ര അയാൾക്ക് വർഗീയതയില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ കാണുന്ന ഹിസ്ബുൽ മുജാഹിദ്ദീൻ, ലഷ്കർ തോയ്ബ, അൽ ഖ്വയ്ദ, ജയ്ഷെ മുഹമ്മദ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഈജിപ്റ്റ് എന്ന് സിറിയ, ഇതൊക്കെ പേര് കൊണ്ട് നിങ്ങൾ നോക്ക്. ഇവരൊക്കെ സുന്നത്ത് ചെയ്ത് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത് മുസ്ലിം വർഗീയവാദികൾ തന്നെയാണ്. അതുകൊണ്ട് പേടിക്കണം. ഈ മാധ്യമ പ്രവർത്തകര് നട്ടെല്ല് ഉയർത്തി പറയുന്ന കാര്യങ്ങൾ BJPക്കാരെയും ആർഎസ്കാരെയും എതിർക്കുന്ന അതേപോലെ ഇവരെ എതിർക്കും. നമ്മൾ ഒരു ഭാഗത്ത് മാത്രം വട്ടം പിടിക്കണം. ഞാൻ മിഞ്ഞാന്ന് കിരൺ ബാബു പറഞ്ഞു ദാസ തീവ്രവാദിക്ക് മതമില്ലാന്ന് പറഞ്ഞു. അതിന്റെ ഒരു ശരിയായ ഒരു അർത്ഥം പറഞ്ഞു. സമയം അധികം കളയുന്നില്ല. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും തീവ്രവാദിക്ക് മതമില്ല എന്നൊക്കെ ഉള്ളൊരു തർക്കം വരുന്നു. ഏതായാലും മതത്തിൻ്റെ പേര് പറഞ്ഞ് തീവ്രവാദം വരുന്നു എന്ന മറുവശത്തെ ആരോപണവും ശക്തമാണ്. ഏതായാലും ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് ഭീകരന്മാരെ സഹായിച്ചവർ ഇന്നലെ ആറ്റിൽ ചാടി മരിച്ചു എന്ന വാർത്ത പറഞ്ഞു. ശരിയാണോ എന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ്. അത് ചില വിവരങ്ങൾ അത് സംബന്ധിച്ച് ഒരു 2 പേരുടെ ശരീരം അവിടെ കിട്ടി എന്ന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും സൈന്യത്തിൻ്റെയും അധികൃതരുടെയും മനോവീര്യം തകർക്കുന്ന ഒരു വാക്കുപോലും ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന പ്രതികരണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേ ഇരിക്കുന്നു. യെസ്, സൈനുദാസൻ
നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടു, പലവിധ സൈനിക അഭ്യാസങ്ങളുടെ, ഇന്ത്യയുടേത് കണ്ടു, പാകിസ്ഥാൻ്റേത് കണ്ടു. യുദ്ധസന്നദ്ധത നമ്മുടെ കുറെ കൂടി അവരെക്കാൾ മികച്ചതാണ് എന്ന ഒരു ആഗോള തരത്തിലുള്ളൊരു വിലയിരുത്തലുമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തിരിച്ചടി വൈകുന്നു എന്ന് തുടരെ പ്രതിപക്ഷം പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? നമസ്കാരം സർ. നമസ്കാരം. പൊതുവെ ഇത് കാണുന്ന എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുള്ളൂ. കാരണം ഭാരത സേന ശക്തമാണ്, നല്ല ബുദ്ധിയുള്ളവരാണ്. നമുക്കൊരു കാഷ്വാലിറ്റിയും കൂടാതെ പാകിസ്ഥാനെ വേൾഡ് മാപ്പിനെ നമുക്ക് വേണമെങ്കിൽ തുടച്ചു നീക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷെ പ്രതിപക്ഷം അതും ഇതും പറയും. കാരണം പ്രതിപക്ഷത്തിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരമില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വളർന്നു വരുന്ന ഒരു രാജ്യമാണെന്നുള്ള എല്ലാവരും ചിന്തിക്കണം. ലോകരാഷ്ട്രങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് കൂടി റഷ്യ നമ്മളെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ കരുതുന്നത്? നമുക്കൊരു നാശവും വരരുത്, നമ്മളെ വളർച്ച എന്നും വേണം. അതേ സമയത്ത് നമ്മുടെ ശത്രുക്കളെ നമ്മൾക്ക് ഈ ലോകത്ത് തന്നെ ഉന്മൂലനം ചെയ്യണം. കേട്ടില്ല സാറേ? അതുകൊണ്ട് എല്ലാവരും ശാന്തരായിട്ടിരിക്കുക. ഭാരതത്തിലെ സേനകൾക്ക് അറിയാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇവരുടെ മിസൈലൊക്കെ ഉണ്ടല്ലോ സാറേ, നമ്മുടെ ജവാൻസ്, നമ്മുടെ കമാൻഡോ പോയിട്ട് ആ മിസൈലിനെ അടിച്ച് പോയിട്ട് ആ മിസൈലിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് സാറേ. ഇതൊക്കെ ചെയ്ത ഒരാളാണ് സൈന്യദാസൻ. കാരണം LOC ക്രോസ് ചെയ്തിട്ട് പാകിസ്ഥാൻ സേനയെ നിഷ്കൂലം പരമായിട്ടും ചെയ്യാൻ നമുക്ക് കരുത്തുണ്ട്. അപ്പൊ എന്തിനാ മറ്റുള്ളവരെങ്ങനെ പേടിക്കുന്നത്? ഞാനൊക്കെ സർവീസിന് എത്രയോ കാലം എന്നും ഞാൻ പോകാൻ തയ്യാറാണ് സാറേ ഇവർക്കൊക്കെ അഗൈൻസ്റ്റ് ആയിട്ട് അവരൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശാന്തരായിട്ടിരിക്കുക സർ, ശാന്തരായിട്ടിരിക്കുക. എനിക്ക് അതേ പറയാനുള്ള എല്ലാവരോടും. നമുക്ക് കാണാം, ഭാരത സേന കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ലോക രാഷ്ട്രങ്ങൾക്ക് തന്നെ ഒരു ഇതായിരിക്കും, ഒരു എന്താണെന്ന് പറയുക, നമൂനയായിരിക്കും. ഓക്കെ, ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ സൈനുദാസൻ്റെ പ്രതികരണം. അദ്ദേഹം ഒരു മുൻ സൈനികൻ കൂടിയാണ് എന്നതാണ് പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം. അങ്ങനെ മുൻ സൈനികർ പൊതുവേദിയുടെ ഭാഗമാവുകയാണ്. ഏതായാലും ഒരു വിവരം പുറത്തു വരുന്നത് ഈ സൈബർ ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നടക്കുന്നു. പ്രത്യേകിച്ച് ഈ പാക് സൈബർ ഫോഴ്സ് എന്ന പേരിൽ അവിടെ നിന്ന് ചില നമ്മുടെ സെൻസിറ്റീവായ ഡാറ്റയിലേക്ക് ഹാക്ക് ചെയ്ത് കയറാനുള്ള ശ്രമം നടത്തുന്നു. ഇന്ത്യൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, അതുപോലെ മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് തുടങ്ങിയവരുടെ ഡാറ്റയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടന്നതായി വരുന്നു. ഏതായാലും മറ്റു പല ഈ സൈറ്റുകളും വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കും രാജ്യം വലിയ ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്ക് ശ്രീ തോമസ് ആലപ്പുഴയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ തോമസ്. യെസ്, നമസ്കാരം. ശ്രീ തോമസ് ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മാരാരിക്കുളം. നമ്മൾ ഒരിക്കൽ മാരാരിക്കുളത്തിൻ്റെ കാര്യം തോമസിനോടാണെന്ന് അറിയില്ല, ഞാൻ സംസാരിച്ചിരുന്നു മുമ്പ്. അത് വലിയൊരു വിപ്ലവ കേന്ദ്രം എന്ന തരത്തിലൊക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ വിളിച്ചത് നമ്മുടെ 71 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം നടന്നായിരുന്നു. അന്ന് വെറും 14 ദിവസം കൊണ്ട് നമ്മൾ കറാച്ചിയെ കീഴടക്കിയതാണ്. വെറും 14 ദിവസം. ലോകത്തൊരു രാജ്യവും നേടാത്ത നേട്ടം നേടിയത്. അന്ന് നമ്മൾ ബംഗ്ലാദേശ് മോചിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എന്തിന് ഇത്ര താമസിക്കുന്നു? നമുക്ക് ഇതിലെ സജ്ജീകരണം ഉണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഈ പാകിസ്ഥാനെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. എന്താണ് ഇത്ര താമസം? ഇത് രാഷ്ട്രീയ മതവെടുപ്പിന് വേണ്ടിയിട്ട് ഇത് താമസിക്കുന്നതല്ലേ എന്നാണ് എന്റെ സംശയം. അങ്ങനെ ചെയ്യരുത്. രാജ്യത്തോട് അത് കാണിക്കുന്നു സാറേ. അത് സാറൊന്ന് ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മാലദ്വീപിൽ ഒരു കൊള്ളക്കാർ വന്ന് പട്ടാളത്തേക്ക് അവിടുത്തെ രാജ്യം കീഴടക്കിയ സാർ ഓർമ്മയുണ്ടല്ലോ. അന്നും നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ അങ്ങോട്ട് പെട്ടെന്ന് വിട്ടിട്ടാണ് പിന്നെ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി നേരെ റഷ്യയിലേക്ക് പോയത്. അപ്പൊ നമുക്ക് ഇതിന്റെ സംവിധാനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് താമസിക്കില്ല? അത് തുടർച്ചയായ അവലോകനങ്ങളും യോഗങ്ങളും നടക്കുന്നു. സൈന്യത്തിന് ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അറിയാം. ഏതായാലും നമ്മൾ സുരക്ഷിതരാക്കാനുള്ളൊരു ശ്രമം ഈ സേനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഏതായാലും പക്ഷേ അങ്ങ് തോമസ് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ഈ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ പരാക്രം അങ്ങ് സൂചിപ്പിച്ച 1971 ശേഷം വന്ന ഒരു വലിയ സൈനിക വിന്യാസങ്ങളിൽ ഒന്നാണ് നമ്മൾ തന്ത്രപരമായൊരു നിലപാട് 2021 പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷം ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഒരു നീക്കം, തന്ത്രപരമായൊരു നിലപാട് അന്ന് ഓപ്പറേഷൻ പരാക്രം എന്ന പേരിൽ എടുത്തിരുന്നു. ഒപ്പം ഈ മുംബൈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ
ഇതിനെതിരെ നമ്മൾ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ നടത്തി. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരെ തുറന്നുകാട്ടി തീവ്രവാദ നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തെ അതിൻ്റെ ബാധ്യത പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവരെ ആഗോള ഭീമന്മാരായി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിനെ കൊണ്ട് പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് വരെ ഇന്ത്യക്ക് ഉയരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഉറി സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്ന ഘട്ടത്തിലാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയത്. നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി. ഭീകരരുടെ പരിശീലന താവളങ്ങൾ ആക്രമിച്ചു. അതിർത്തി കടന്നുള്ള ഒരു സൈനിക ആക്രമണമാണ് അന്ന് നടന്നത് എന്ന് ഇന്ത്യ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ബലക്കോട്ടിൽ നടന്ന വ്യോമാക്രമണങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാന് കൃത്യമായി ഓർമ്മയുണ്ടാകും. ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമസേനയുടെ ആക്രമണമായിരുന്നു അത്. അന്താരാഷ്ട്ര അതിർത്തിയിൽ വ്യോമശക്തിയുടെ ഒരു പ്രകടനം കൂടി അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പുൽവാമ ഭീകര ആക്രമണത്തിൻ്റെ മറുപടിയായിരുന്നു. അപ്പോൾ പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് രാജ്യത്തെ എല്ലാവരും കരുതുന്നത്. അത് ഏത് തരത്തിൽ എപ്പോഴെങ്ങനെ വരും എന്ന വിവരങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മോഹൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹൻ കുറേ ദിവസമായി പൊതുവേദിക്കൊപ്പം ചേർന്നിട്ട് അല്ലേ? പക്ഷെ കാണാറുണ്ടായിരിക്കുന്നത് കുറേയായി ട്രൈ ചെയ്യുന്നു, അവസരം കിട്ടിയത് കിട്ടുന്നില്ല അല്ലേ? അവസരം കിട്ടി, ഇപ്പോഴാണ് കിട്ടിയത്. ഏതായാലും സന്തോഷം. അവിടെ ശ്രീ മോഹൻ, നമ്മുടെ ബാംഗ്ലൂരിലൊക്കെയുള്ള മലയാളികളും അല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളൊക്കെ ശ്രീ മോഹന് പരിചയം കാണുമല്ലോ. ഈ അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെ അവർ വിശകലനം ചെയ്യുന്നത്? ഈ തിരിച്ചടി വൈകുന്നു എന്നത് ഒരു ചർച്ചാ വിഷയമാണോ? തിരിച്ചടി വൈകുന്നത് ഒരു കറക്റ്റായ തിരിച്ചടി വൈകുന്നില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി സൈന്യമാകട്ടെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തു ചാടി അങ്ങോട്ട് ഒരു കാരണം ഇവിടെ തിരിച്ചടി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇപ്പൊ വെള്ളം നിർത്തി നമ്മുടെ എക്സ്പോർട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അതേ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയല്ലേ. അതുകൊണ്ട് തിരിച്ചടി വൈകുന്നില്ല. നമ്മുടെ സൈന്യത്തിന്റെ ഇത് ഈ രാഷ്ട്രീയം കലർത്താതെ അവർക്ക് പിന്തുണ നൽകുകയാണ് വേണ്ടത്. അതിന് മനോധൈര്യം എടുക്കരുത് ഒരിക്കലും. പിന്നെ എന്റെ ഫാമിലി പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ മുതലൊക്കെ എന്റെ ബ്രദേഴ്സ് എല്ലാം എയർഫോഴ്സ് മിലിറ്ററിയിലായിരുന്നു. വെരി ഗുഡ്. ഒരു സൈനിക കുടുംബത്തിലുള്ള അംഗമാണ് ശ്രീ മോഹൻ അല്ലേ? അതെ അതെ. അപ്പൊ അവരുടെ ആ ഒരു ധീരദേശാഭിമാനികൾക്കിടയിൽ വളർന്ന തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യക്ക് എപ്പോഴും സപ്പോർട്ടാണ്. അതിപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന ഓരോ കളികളും വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ദിവസേന ഓരോന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൈകുന്നതിൽ തെറ്റില്ല. വളരെ സൂക്ഷിച്ചത് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ മോഹൻ ബാംഗ്ലൂരിൽ നിന്ന്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നിരവധി പ്രേക്ഷകർ പൊതുവേദി കാണുന്നുണ്ട്. പലരും പലപ്പോഴും വിളിക്കുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. ഇന്നിപ്പം ശ്രീ മോഹനെ കിട്ടിയിരിക്കുന്നത് സന്തോഷം. ഏതായാലും ബാംഗ്ലൂരിലെ നമ്മുടെ എല്ലാ പൊതുവേദി പ്രേക്ഷകർക്കും ആശംസകൾ അറിയിക്കുന്നു. പ്രദീപ് കുമാർ പറയുന്നു ഭാരതം നമ്മുടെ ആർമിയുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് പറയുന്നു. ഓക്കെ, ശക്തിമാൻ ജയ് ഭാരത് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പതാക വീശുന്നു. ഓക്കെ, അങ്ങനെ നിരവധി ആളുകൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് മാർട്ടിൻ എടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ മാർട്ടിൻ. സാറേ ജയ് ഹിന്ദ്. സാറേ ജയ് ഹിന്ദ്. സാറേ, നമ്മളോട് ഇപ്പൊ ക്യാപ്ഷൻ ഇതാണല്ലോ, തിരിച്ചടി വൈകുന്നു എന്നതാണല്ലോ. പക്ഷെ തിരിച്ചടി അങ്ങനെ വൈകുന്നത് എന്ന് പറയണത് സാറേ, നമ്മളെ ലോകം മുഴുവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയനാണിത്. ലോകം മുഴുവൻ നമ്മളെ ഭാരതം എന്താണ് നിലപാടെടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും എല്ലാം വെച്ച് നോക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുള്ള ഒരു നടപടികളെ നമ്മൾക്ക് എടുക്കാനായിട്ട് കഴിയുള്ളൂ. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചൊന്നും ചെയ്യാതിരിക്കുമെന്ന് നമ്മൾക്ക് കരുതാനും വയ്യല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില്. അപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിയിട്ടായിരിക്കുള്ളൂ അതിന്റെ നടപടികളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓൾറെഡി നമ്മളിപ്പോ തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെ ആണ് ശരിക്കും നമ്മള് നടത്തിയിരിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ തന്നെയുള്ള ഒരു അവിടെ കംപ്ലീറ്റ് പാനിക്കാണ് സാറേ അവിടെ പാകിസ്ഥാനില്. അപ്പൊ നമ്മള് വളരെ നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ ഒരു തിരിച്ചടി അവർക്ക് കിട്ടുമെന്ന് തന്നെയാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ഏതായാലും ഈ പെഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായ ഒരു
നീക്കം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് തുടർച്ചയായി ചർച്ചകൾ നടക്കുന്നു. പ്രധാനമന്ത്രി നിരന്തരം സൈനിക മേധാവികളുമായി സംവദിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എപ്പോൾ തിരിച്ചടിക്കും എന്ന ചോദ്യം അങ്ങനെ ശക്തമായി അങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, ഏതായാലും ഇത് സാമ്പത്തികമായി പാകിസ്ഥാനെ ഈ ഒരു യുദ്ധം ബാധിക്കുമെന്ന ഒരു കാര്യം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ലേഖകർ അവരെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ പുടിൻ്റെ പിന്തുണ വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള പിന്തുണ നേടുന്നു. ഡിഫൻസ് സെക്രട്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കാര്യങ്ങളുടെ ഒരു വിശകലനം നടത്തിയിരിക്കുന്നത്. പഞ്ചാബ് അസംബ്ലിയും ഇതുപോലെ പേൽഗാം ആക്രമണത്തെ അവലംബിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ആക്രമണത്തെ അവലംബിച്ചുകൊണ്ട് പല അസംബ്ലികളും പ്രമേയങ്ങൾ പാസ്സാക്കുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നാണ് ഞാനും കരുതുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കണ്ണൻ. നമസ്തേ സാർ. നമസ്കാരം. ശ്രീ കണ്ണന് എന്താണ് തോന്നുന്നത്, ഈ ഇന്ത്യയെ തിരിച്ചടിക്കാൻ വൈകുന്നു എന്നത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എത്ര കണ്ട് പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ കഴിയും? അതിനെ എത്ര കണ്ട് പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും? സാർ, ഇപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ഇത് രാഷ്ട്രീയമായിട്ട് ഒരു കാണേണ്ട ഒരു ഇതല്ല നമ്മുടെ ദേശത്ത്. ഈ ഒരു അപകട സമയത്ത് നമ്മൾ ഇപ്പോൾ വീഞ്ഞ് പഴകും തോറും വീര്യം കൂടുമെന്നാണ് ഇപ്പൊ നമ്മൾക്ക് പറയാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഓരോ ദിവസവും കഴിയും തോറും അത് തിരിച്ചടിയുടെ ശക്തി ഏറെ വർദ്ധിക്കും. പിന്നെ ഈ പാകിസ്ഥാൻ രഹസ്യ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രഹസ്യാന്വേഷണമാണ്. എങ്ങനെയാണെന്നറിയാവോ? ഈ പാകിസ്ഥാനികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവര് അവിടെ ഇരുന്ന് നമ്മുടെ ഈ TV ചാനൽ കണ്ടിട്ട് അവരുടെ നാട്ടിലേക്ക് വിളിച്ചു പറയും. ഇതാണ് അവരുടെ രഹസ്യാന്വേഷണ ഭാഗം. പിന്നെ ഇവര് നാക്കുകൊണ്ടുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ സാറേ. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഈ ലോകത്ത് എവിടെയും ഏതൊരു മനുഷ്യനും ആപത്തിപ്പെട്ടാലോ അല്ലെന്നുണ്ടെങ്കിൽ അപകടത്തിൽപ്പെട്ടാലോ മരണപ്പെട്ടാലോ നമ്മള് ഈ ഇന്ത്യൻ ഭാരതീയൻ അത് നമ്മൾ ഭയങ്കര ആയിട്ട് ഏറ്റെടുത്ത് അത് ഒരു മനുഷ്യ സ്നേഹമായിട്ടാണ് നമ്മളുടെ മതപഠനത്തിന് അടിമയല്ല. നമ്മൾ ഒറ്റ ദൈവത്തിന്റെ ഇതിലായില്ല, ദൈവസ്നേഹിയാണ്, വിശ്വാസിയാണ് എല്ലാവരും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഈ ആർക്ക് എന്തൊരു അപകടം ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടായാലും നമ്മൾ സങ്കടപ്പെടും. പക്ഷെ മതത്തിന് അടിമപ്പെട്ട് ഇതേപോലെ പാകിസ്ഥാനെ പോലുള്ള ഭീകരവാദം നടത്തുന്നവർക്ക് അവർക്ക് ഒരിക്കലും അത് എവിടെയായാലും ഇനി നാളെ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തും മതത്തിന് അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അങ്ങനെ ആയിപ്പോവും. നമ്മൾ എല്ലാ മനുഷ്യരും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒറ്റ ഇതാണ്, ഒരു ദൈവത്തിന്റെ മക്കളാന്നുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ആര് നമ്മുടെ നേർക്ക് വന്നാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാർ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോഴൊരു ഏറ്റവും പുറത്തു വരുന്ന ഒരു പുതിയ വാർത്ത, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയുള്ള ഇത്തരം സാമ്പത്തിക സമ്മർദ്ദം ശക്തമായി തന്നെ നടപ്പിലാക്കാനും രാജ്യം മുന്നോട്ട് പോരുന്നു. നേരത്തെ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഗ്രേ ലിസ്റ്റ് ചെയ്യണം പാകിസ്ഥാനെ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ ഒരു എക്കോണമിക് ചോക്കിംഗ് എന്ന തരത്തിൽ ആണ് ഈ ടെറർ ഫണ്ടിങ്ങിനെ ചോക്ക് ചെയ്യാനുള്ള ഒരു സാമ്പത്തികമായി അവരുടെ നീക്കം അത് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ മുന്നോട്ട് പല പദ്ധതികൾ നടത്തുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് ഈ നിർമ്മല സീതാരാമൻ ADB ചീഫിനെ കണ്ടിരിക്കുന്നു. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റിനെ കണ്ടിരിക്കുന്നു. പാകിസ്ഥാന് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ADB പ്രസിഡന്റ് മസാത്തോ കാണ്ടയെയാണ് നിർമ്മല സീതാരാമൻ കാണുകയും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനെ അത്തരത്തിൽ സാമ്പത്തികമായി പ്രതിരോധിക്കുക എന്നതാണ് വ്യക്തമാക്കുന്നത്. ഫിലിപ്പീൻ ബേസ്ഡ് ആയിട്ടുള്ള റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിരവധി സാമ്പത്തിക സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് പാകിസ്ഥാൻ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള ഒരു നീക്കം നടത്തുന്നു. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ reiterated that India's focus on private sector-led economic growth will be consistently creating a conducive policy regulating ecosystem എന്നൊക്കെയുള്ള തരത്തിൽ ഉള്ള പ്രതികരണങ്ങളും അവിടെ നിന്ന് വന്നിരിക്കുന്നു. മസാത്തോ കണ്ടയെ കണ്ടതിൻ്റെ വിവരങ്ങൾ. ഓക്കെ, ശ്രീ ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു. നമുക്കിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രണ്ടാമത്തെ കോളറാണ്. ശ്രീ ജോസഫ്, ഈ തിരിച്ചടി വൈകുന്നു എന്ന രാഷ്ട്രീയ ആരോപണം പ്രതിരോധിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിയുമോ?
ഗുഡ് ഈവനിങ് മനു. ഗുഡ് ഈവനിങ്. എനിക്ക് പറയാനുള്ളത് നമ്മൾ 26 പേരുടെ മരണത്തിൽ എനിക്ക് അധികം ദുഃഖിതനാണ്. അത് ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഔട്ട് ഓഫ് പ്രൊപ്പോസിഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ സൈനികരിൽ എത്രയോ ആൾക്കാർ മരണപ്പെടും. അത് നമ്മൾ ഈ വികാരമായിട്ട് ടി വിയിൽ വന്ന് പറയുന്ന ഇവരാരും അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. ഈ 26ന്റെ സ്ഥാനത്ത് 2600 പേരോടെ മരിക്കണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ ഇന്ത്യ എടുത്തിരിക്കുന്ന നടപടികളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ റഷ്യയുടെ സഹായം എന്ന് പറയുന്നത്, റഷ്യ യുക്രൈനിൽ പോയി തോറ്റോണ്ടിരിക്കുന്ന ഒരു പാർട്ടി നമ്മളെ സഹായിക്കാനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നത്തിങ് കം ഫ്രീ. അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരം എന്നുള്ളത് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നീട് ഈ കേന്ദ്ര ഗവൺമെന്റ് പ്രതിപക്ഷത്തിലുള്ള എല്ലാ കക്ഷികളുടെയും കൂട്ടിക്കൊണ്ട് ഒരു കമ്മിറ്റി, ഇതിനായിട്ട് ഒരു വാർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഫോം ചെയ്ത് അവരുടെ കൂടെ ഉപദേശം ഏറ്റെടുക്കുകയാണ് ഈ അവസരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇത് മുമ്പ് ബ്രിട്ടനിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിരുന്ന ആൾക്കാരെ മന്ത്രിസഭയിലെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണമൊന്നും അവിടെ പ്രസക്തി ഇല്ലാതാകുന്നതാണ്. ഒരു പ്രസക്തിയും ഇല്ല. അവരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഒരു ഇതിൽ മുന്നോട്ട് പോകേണ്ട അവസരമാണ് ഇത് ചെയ്യുന്നത്. അത് BJP ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതി എനിക്കുണ്ട്. പിന്നെ നമ്മൾ പാകിസ്ഥാനെ അത് വെറും സീറോ ആയിട്ട് കാണരുത്. വിവരമില്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷനാണ് അവിടെ ഉള്ളത്. മിലിറ്ററി അഡ്മിനിസ്ട്രേഷനാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലൊന്നും അടിക്കാൻ അവർ കാത്തിരിക്കുകയാണ്. അവർ ന്യൂക്ലിയർ വെപ്പൺ വേണമെങ്കിൽ ഉപയോഗിച്ചിരിക്കും. അത് വലിയ ദുരന്തത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും. അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറി വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന ഒരു വാർ തുറന്നിട്ട് നമ്മുടെ എക്കോണമിയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിന് നമ്മൾ നിന്നു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മിലിറ്ററി അവിടുത്തെ സിവിൽ ലീഡർഷിപ്പുമായി അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികളുമായി ഒരു അടച്ചിട്ട സംഭാഷണം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ ഡോൺ എന്ന പാകിസ്ഥാൻ ന്യൂസ് പേപ്പറാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഏതായാലും അവിടെ ഈ പ്രതിപക്ഷ പാർട്ടി ഇമ്രാൻഖാൻ്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി ഈ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പാർലമെൻറ്റിൻ്റെ സമ്മേളനം അവർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ എന്ത് നീക്കം നടത്തുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ പാകിസ്ഥാനിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും വളരെ ശക്തമായ സൂക്ഷ്മമായ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പൊതുപ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ തിരുവനന്തപുരത്തു നിന്നാണ് അബു. ദീപു. യെസ്, ദീപു, ഇന്ന് ഈ അജയ് റായിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. റഫേൽ യുദ്ധവിമാനത്തിൽ നാരങ്ങ വെച്ചുകൊണ്ട് അജയ് റായ് അത് പ്രദർശിപ്പിക്കുന്നു. അതൊരു വലിയ ചർച്ചാ വിഷയമാകുന്നു. അല്ല, ഇത്തരം വിഡിത്തങ്ങളൊക്കെ അവര് BJP-ക്കാര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിനകത്ത് അഭിപ്രായം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ പൗരന്മാര് മരണപ്പെട്ടതും കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിനേറ്റ മുറിവിനെ എങ്ങനെയാണ് സ്വാന്തനിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ രാജ്യത്തെ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു വാർ കമ്മിറ്റിന്ന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു. അവിടെ 100,000 അഭിപ്രായങ്ങൾ വരും. അപ്പം ഒരു രാജ്യം തെരഞ്ഞെടുത്ത ഒരു ഭരണ അധികാരികള് അവർ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ആശിക്കാൻ കഴിയുള്ളൂ. അതിന് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാനിൽ എന്തായാലും ഇപ്പം പട്ടാള ഭരണമാണ് നടക്കുന്നത്. അവിടെ ജനാധിപത്യ പാർട്ടികൾ എല്ലാവരും അസ്വസ്ഥരാണ്. സോക്കോൾഡ് ജനാധിപത്യ പാർട്ടികളെല്ലാം അസ്വസ്ഥരാണ്. അത് മാത്രമല്ല, അവിടെ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട അന്ന് മനു തന്നെ പറഞ്ഞു, അവിടെ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടൊക്കെ ആഭ്യന്തര കലാപം അല്ലെങ്കിൽ കലഹം അത് മൂർച്ഛിപ്പിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാകുക എന്നുള്ളത്. മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ, അതായത് ഇപ്പൊ ചൈനയ്ക്കൊക്കെ പാകിസ്ഥാൻ വഴി നമ്മളെ അടിക്കണമെന്ന് ഉണ്ടോ? അവർക്ക് വേണമെങ്കിൽ നമ്മളെ നേരിട്ട് അടിക്കാലോ. അപ്പൊ അതൊക്കെ വെറുതെ ഇരുന്നിട്ട് നമ്മള് നമ്മുടെ അയൽവാസികളെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളിപ്പോ റഷ്യ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മള് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പട്ടാള ഭരണമുള്ള അവിടുത്തെ ജനാധിപത്യത്തെ തന്നെ, അവിടുത്തെ ജനങ്ങളെ തന്നെ പരിഹരിച്ചു
പരിഹസിക്കുന്ന പട്ടാള ഭരണത്തിന് എതിരായിട്ട് അവിടെ തന്നെ ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് എന്തായാലും കഴിയും. ഒരു രാജ്യം എങ്ങനെയാണ് ആ രാജ്യത്തിലെ ഇന്റേണൽ തിങ്സിൽ ഇടപെടുന്നത് എന്നുള്ളത് നമ്മുടെ റോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് ഈ ആഭ്യന്തര കലഹത്തെ മൂർച്ഛിപ്പിച്ചെടുത്ത് ഇവർക്ക് അവിടെ തരമില്ലാത്ത രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കാണ് കൂടുതൽ നഷ്ടപ്പെടാനുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ പകരം വീട്ടുക എന്നുള്ളത് വീട്ടുക തന്നെ വേണം. പക്ഷെ അത് കൃത്യമായി ബുദ്ധിപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കരണീയമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് പാകിസ്ഥാൻ 11ാമത്തെ ദിവസവും ആ വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനം ആണ് നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതാണ് ഒരു അടച്ചിട്ട മുറിയിൽ ഇന്ന് ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാം. പാകിസ്ഥാൻ പക്ഷേ അവിടുത്തെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ. അപ്പോൾ 15 അംഗ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാന് അപ്പോൾ അതിൽ ഒരു നോൺ പെർമനൻറ്റ് മെമ്പർ എന്ന നിലയിൽ അംഗത്വം ഉണ്ട്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. തിരിച്ചടി വൈകുന്നത് ഒരു രാഷ്ട്രീയ ആയുധമോ എന്ന ചോദ്യത്തിന് 44% ആളുകൾ അത് രാഷ്ട്രീയ ആയുധമാകും എന്ന് പറയുന്നു. അതേസമയം 56% ആളുകൾ അത് രാഷ്ട്രീയ ആയുധം ആകില്ല എന്നും വ്യക്തമാക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.